കള്ളിപ്പെണ്ണ് നല്ല ഉറക്കമാണ്. രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുകയല്ലേ, അപ്പോൾ രാവിലെ അല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുവാണെങ്കിൽ അവൾ ഡ്രസ്സ് മാറിയോ അവൾ ഒരുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ എഴുന്നേക്കാറേ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി കേട്ടോ, ചാടി പിടിച്ച് എഴുന്നേറ്റിരിക്കും. അങ്ങനെ ഇതാ മോളെ ഒന്ന് ഒരുക്കിയതിന് ശേഷം പിന്നെ പെട്ടിയൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിട്ട് കാറിൽ കയറ്റാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്, കായംകുളത്തോട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് യാദൃച്ഛികമായിട്ട് പെട്ടെന്ന് നമ്മൾ പോയതാണ്. പക്ഷേ ഇതാണെങ്കിൽ ഇപ്പം പോകുന്നതാണെങ്കിൽ ഞങ്ങൾ മാസങ്ങൾ കൊണ്ടേ ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ഇന്ന് പോകണം എന്നുള്ള ഒരു രീതിയിൽ. അതായത് ഈ ഒരു ഡേറ്റിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്, എന്താണ് അവിടെ നിന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഈ പ്രാവശ്യം നേരത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടിയിലാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇറങ്ങാനിരിക്കുകയായിരുന്നു ഞങ്ങൾ. അതായത് ഇന്നലെ ഒരു വൈകുന്നേരം കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പം പോകാമെന്ന് കരുതി. അതാകുമ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും കാണില്ല എന്ന്. പക്ഷേ ഇന്നലെ ഇറങ്ങാറായപ്പോഴത്തേക്ക് കുഞ്ഞിന് നല്ല കാലിന് വേദനയൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ മോൾക്കാണെങ്കിൽ ചെറുതായിട്ടൊരു വൈകായിക പോലെയൊക്കെ തോന്നി. അങ്ങനെ ആകെ മൂഡ് ഓഫായി. അതുകൊണ്ട് പിന്നെ രാത്രിയിൽ ഇറങ്ങാൻ നിന്നില്ല. പിന്നെ രാവിലെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് കരുതി. രാവിലെ ആൾക്ക് കാലിന് വേദനയൊക്കെ ഉണ്ട്, എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിശേഷ ദിവസം ആയതുകൊണ്ടും അത് മാത്രമല്ല, അനിയത്തിയടുത്ത് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന ദിവസം വരും, അപ്പം നീയും വരണമെന്നൊക്കെ. അപ്പോൾ അവൾ ലീവ് എടുത്ത് വരികയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പോകാതിരുന്ന മോശമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് പോകാമെന്ന് കരുതി. അവിടെ ചെന്നിട്ട് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറിയപ്പം തന്നെ മോള് പിന്നെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. കാരണം അമ്മയ്ക്കും അച്ഛനൊന്നും ഞങ്ങൾ വരുന്ന കാര്യം അറിയില്ല കേട്ടോ. അപ്പം രാവിലെ ചെന്നിട്ട് പിന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഗ്യാസ് കയറിയിട്ടാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴേ വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനോട് പറയായിരുന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ആശ്വാസമായി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഋതുവിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആൾ ബഹളം വെക്കുമോ, ഇനി നമ്മളോട് സഹകരിക്കുമോ എന്നൊക്കെ. പക്ഷെ ആൾ ഭയങ്കര സഹകരണമായിരുന്നു. എന്തായാലും കരഞ്ഞില്ല. ഭാഗ്യം. നമ്മളെ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ടും മറ്റേത് അവൾ നിൽക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൾ നോക്കി കിടക്കാറാണല്ലോ പതിവ്. പക്ഷെ അവൾ പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞില്ല. ഉണർന്നു കഴിച്ച് കരയുന്നതാണ്. വരുന്നതിന് മുമ്പ് കൊടുത്തിട്ടല്ലേ കൊണ്ടുവന്ന. എനിക്ക് തോന്നുന്നു കയ്യിൽ ഇരുന്നോണ്ടായിരിക്കും. എന്നാലും അവൾ ഇടയ്ക്ക് ചിണുങ്ങി കരയുമല്ലോ രാവിലെ എഴുന്നേറ്റ്. അവൾ പാവം കുട്ടിയാട്ടോ. അവൾ നമ്മളെ പലപ്പോഴായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹലോ. അയ്യോ എന്റെ ദേവി, അയ്യോ എനിക്ക് വയ്യ ഈ പിള്ളേരോ. അയ്യോ എന്റെ പൊന്നുമോനെ, എന്റെ മനസ്സിൽ പോലെ കരുതാത്ത ഒരു കാര്യമാണ്. എനിക്ക് വയ്യ എന്റെ പൊന്നുമക്കളെ. എന്റെ പൊന്നെ അമ്മ പോയി വരുമ്പോ ഞാൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അവളറിഞ്ഞോ നിങ്ങൾ വരുന്നേ? അവള് പോലും ഭയങ്കര സാധനം തിന്നെ വിളിച്ച് പറയാൻ ഞങ്ങൾ വന്നില്ലല്ലോ. അമ്മ പറയണ്ട ആരോഗ്യമല്ലേ എഴുതി അപ്പടെ അമ്മ കാണാൻ വന്നത്. എന്താ വാങ്ങിച്ചിരിക്കുന്നത്? എന്താ ഒരു വാസം ഓർക്കക്ഷീണ കുറച്ചില്ലായിരുന്നു. അതൊക്കെ കാര്യം പറഞ്ഞിട്ട് അവിടെ വരുന്നു. എന്തിനാ ചക്രപ്പെടുന്നത്? അയ്യോ
ഞാൻ ഇപ്പോഴാണ് സങ്കടം വേണ്ട കേട്ടോ, ഒത്തിരി സങ്കടം വേണ്ട. എന്ത് പറ്റി പെട്ടെന്ന്? മറ്റേത് ഉണർന്നു കഴിയുമ്പോഴാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പം വന്നിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ, ഇപ്പം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം വരുമെന്ന് ഒരു പ്രതീക്ഷ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഗേറ്റ് തുറന്ന് കയറിയപ്പോഴൊന്നും ആരും അറിഞ്ഞില്ല. അച്ഛൻ അപ്പുറത്തെ സൈഡിലും കണ്ടായിരുന്നു, അമ്മ അടുക്കളയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോഴത്തേക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഞെട്ടലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ നിന്ന് വെച്ചു. ഇത് തന്നെ ഭയങ്കര മെനക്കേടാണ് കേട്ടോ, എടുക്കുക വെക്കുക. ഇതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എവിടെ പോകുമ്പോൾ കുഴപ്പമില്ല, ഈ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി പോകുന്നതാണ് അയ്യോ ഭയങ്കര ഒരു മെനക്കെട്ട പരിപാടി കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ ഇന്ന് വല്യമ്മച്ചിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നേ പോകുമെന്നാണ് കരുതിയത്. ടാറ്റ പോകാനൊക്കെ ഇഷ്ടമാണ്. അവിടെ ഒരുത്തന് പോകാനൊക്കെ ഭയങ്കര ഒരുക്കം. വരുന്ന കുഞ്ഞ് വണ്ടിയുടെ സൗണ്ട് വരെ പിടിച്ചു വെച്ചിരിക്കും. തലയൊക്കാൻ അങ്ങനെ ഇത് അമ്മയൊക്കെ പോകാൻ ഇറങ്ങി. അമ്മ വരുമ്പോഴത്തേക്ക്, അതായത് എറണാകുളത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ വല്യമ്മച്ചിനെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. എന്നിട്ട് പോയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. അങ്ങനെ അമ്മയെ കൊണ്ടാക്കാൻ അച്ഛനും കൂടെ പോയിട്ടുണ്ട്. അമ്മ ഇനി വൈകുന്നേരം വരത്തുള്ളൂ എന്ന് പറഞ്ഞാട്ടോ പോയത്. പിന്നെ അച്ഛനാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ജോലിക്ക് അച്ഛനും പോകും. പിന്നെ ഞങ്ങൾ തന്നെ കാണും. ഋതുട്ടൻ്റെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇതാ മുഖത്തോട്ട് കൈ വെക്കുന്ന മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇത് അവിടെ കൊണ്ടേ വരുള്ളൂ കേട്ടോ. കാരണം അവിടെ നിന്ന് ഇങ്ങനെ തൊലിയെല്ലാം ഇളക്കി ഇങ്ങനെ എടുക്കും. ആളിങ്ങനെ നല്ല പിടിയാണ് പിടിക്കുന്നത്. അയ്യോ മുഖമെല്ലാം മാന്തിക്കീറി വെച്ചേക്കാണ് കൊച്ചു പെണ്ണ്. അതിൻ്റെ കൂട്ടത്തിൽ മുടിയാണെങ്കിൽ വലിച്ച് പറിച്ചാട്ടോ എല്ലാം എടുക്കുന്നത്. അകപ്പാടെ മുടി ഒഴിച്ചിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവളുടെ പിടിയും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഇത് അമ്മ പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് അടച്ചിടാൻ പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ചും കൂടെ അരി കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെന്ത് അങ്ങനെ ഞാൻ അതൊന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ. ഇതിനകത്തിട്ട് ഊറ്റിയെടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് അതൊന്ന് ഊറ്റി വെള്ളമെല്ലാം കളഞ്ഞൊന്നും എടുത്തത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊരിച്ച് വാങ്ങിയും കൂടെ എടുക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം മാറട്ടെ എന്ന് കരുതി. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അത് തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. വെള്ളം കുടിച്ചോളാൻ വയ്യായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേക്ക്. അങ്ങനെ ചോറും പൊരിച്ച് വാങ്ങിയിട്ട് പിന്നെ എന്താ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. കുക്കറും മറ്റു സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, വേറെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. അങ്ങനെ അതും കൈയോടെ കഴുകി വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഉണങ്ങി പിടിക്കുമല്ലോ. പിന്നെ കഴുകാൻ ഭയങ്കര പാടായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കാണ് ഋതു കിടന്ന് നല്ല ബഹളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെ വന്ന് ഞാൻ പാത്രമൊക്കെ കഴുകുന്നത്. പിന്നെ പാത്രവും കഴുകി പിന്നെ അവിടെ നിന്ന് കിച്ചൺ സ്ലാവൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. എനിക്കിവിടെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകളാട്ടോ. അതായത് ഞാൻ ഇവിടെ നിന്നിരുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയിലേക്ക് വരും. പഴയ മെമ്മറീസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ നിന്നിരുന്ന സമയത്തായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് വീഡിയോസ് ഇടാനും വീഡിയോ ചെയ്യാനും ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് എടുത്തിരുന്നില്ല. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, കണ്ടന്റ് വീഡിയോസ്, ടോമാഞ്ചേരി പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ വാവേ സുന്ദരിയേ, ഓ ഓ കടിക്കണോ നീ പിടിച്ചു വെച്ചിട്ട്? പാല് താടി കുരുത്തം കെട്ടവളായി പാല് കുടിച്ചിട്ടിരിക്കുക. കൊറേ നമ്മൾ തട്ടുമ്പോ അവള് നമുക്ക് തട്ടിത്തരും. കഴിഞ്ഞ ദിവസം ഞാൻ അവളെ തട്ടുന്ന അവൾ ആഞ്ഞേന്റെ മുതുത്തിട്ട് അടിയോടടി. വൈകുന്നേരമേ വരുള്ളൂ എന്ന് പറഞ്ഞ് പോയ അമ്മയാണെങ്കിൽ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മ ഇരുന്ന് ചോറ് വിളമ്പുന്നു. ഉച്ചയ്ക്ക് അച്ഛൻ ജോലിക്ക് പോകും കേട്ടോ. അന്നേരം അച്ഛന് നേരത്തെ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ പെട്ടെന്ന് മീനും കൂടെ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫുഡ് കഴിച്ചു. അതായത് അമ്മ അവിടുന്ന് കഴിച്ചിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ, ഞാനും അച്ഛനും കുഞ്ഞിനും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലത്തോരനും പിന്നെ മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു ഇന്ന് ഉച്ചക്കുള്ളത്തെ ഫുഡ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഉച്ചയാകുമ്പോഴാട്ടോ പോകാറുള്ളത്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരും.
പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ നാളത്തേക്കാക്കി വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് തിരക്കാവും. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി മേടിക്കാമെന്ന് കരുതി ഇരിക്കാൻ കേട്ടോ. പിന്നെ ഋതുവിനെ കൊണ്ടുപോകാതെ ഇവിടെ ആക്കിയിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇതാണോടി ശിവമോള്, ഇതാണോടി ശിവക്കുട്ടി, ശിവക്കുട്ടിയാണോടി, നീ ശിവക്കുട്ടി, നീ ഒരു ശിവക്കുട്ടിയാണോടി, നീ ഒരു ശിവക്കുട്ടിയാണോ? ശിവൻകുട്ടിയാണ്. പിന്നെ കുറച്ച് നേരം അമ്മ അത് സീരിയലൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ അറ്റത്ത് ഞാനും പോയി ഇരിപ്പുണ്ട്. ഇതാണെങ്കിൽ ഞങ്ങൾ പണ്ട് കാണുന്ന സീരിയലാണ്. ഇത്രയും നാളായിട്ട്, ഇത്ര വർഷങ്ങളായിട്ട് ഈ സീരിയൽ ഇതുവരെ അവസാനിച്ചില്ലയോ എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ. ഇത് ഏത് സീരിയലാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ കാണുന്നതാണെങ്കിലും. അങ്ങനെ ഇതാ ചേമ്പ് ഏതാ ചേന ഏതാണെന്ന് എൻ്റെ കുഞ്ഞിന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അമ്മ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതാണ് ചേമ്പെന്ന്, നമുക്ക് വൈകുന്നേരം പുഴുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞൻ ചോദിച്ചു ഏതാ ചേമ്പ്, ഞാനത് കഴിക്കുമോ എന്നൊക്കെ. ആൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പണ്ട് കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെയും ഞാനിങ്ങനെ നിർബന്ധിച്ച് കൊടുത്ത് ഓരോന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 3-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഇതാ കടയിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋതുവിനെ ഒരുക്കി റെഡിയാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മുടി വെട്ടിയിട്ട് ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ ആരും ഒന്നും കമൻറ്റ് ചെയ്തില്ലല്ലോ എങ്ങനെയുണ്ടെന്ന് പറയണേ കേട്ടോ. ഇപ്പം കുറച്ച് ഇത്രയേ ഉള്ളൂ, പക്ഷേ അത് നല്ല കുഴപ്പമില്ലാതെ കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ മനുഷ്യനെ ഞാൻ വഴക്ക് പറഞ്ഞത് കൊന്തില്ലെന്നേ ഉള്ളൂ. കാരണം ഇത്രയും എന്തിനാണ് കട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കിടന്ന് അലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അടിപൊളിയാണോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കായംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ഷോപ്പിൽ കയറി 1-2 ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഷർട്ട്, പിന്നെ ഇതാ ഒരു കുഞ്ഞുടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. മാമിയുടെ മോൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തു. പിന്നെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കിത് കുറേ നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ സാരി ഇങ്ങനെ. പിന്നെ അവസാനമാണ് ആ ഒരു സാരി കണ്ടത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ബില്ല് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. എനിക്കിപ്പം മോള് കയ്യിലുള്ളത് കൊണ്ട് പെട്ടെന്ന് എവിടെന്നെങ്കിലും കയറിയാൽ തന്നെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടു, അതായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ വീഡിയോസൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോൾക്ക് കുറച്ച് നേരം ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കട കണ്ടു. ഫലൂഡ വാങ്ങിച്ചു തരാമെന്ന് കുഞ്ഞ് എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ നമുക്ക് ഒരു ഫലൂഡയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറിയപ്പോൾ മോമോസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഫ്രൈഡ് മോമോസ് വാങ്ങിച്ചു. മോമോസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മൾ കായംകുളത്ത് വെച്ചിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ അത് ഫ്രൈഡ് അല്ല, ആ ഒരു സാധനം ഇറങ്ങിയൊരു സമയത്തായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത്. ഞങ്ങൾക്ക് അന്ന് അത്ര വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. പക്ഷേ ഫ്രൈഡ് മോമോസ് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചു. 6 പീസ് അങ്ങാണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ 3 വെച്ച് കഴിച്ചു. സോസൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഫലൂഡ കഴിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഞാൻ കഴിച്ചിട്ട് പിന്നെ ബാലൻസ് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞൻ കഴിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളാണെങ്കിൽ കാറിൽ കയറിയപ്പോൾ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ആളിനെ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പാവത്താനെ പോലെ ഇങ്ങനെ കിടക്കായിരുന്നു. പിന്നെ മോമോസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അത്ര കൂടെ ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്നുണ്ട് കൊള്ളാന്നൊക്കെ. അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഇതോട്ട് മോമോസ് നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ വാങ്ങിച്ചാണ് കേട്ടോ കഴിച്ചത്. അന്നൊരു അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഫ്രൈഡ് ആയതുകൊണ്ട് അച്ഛനും ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും പരിപ്പോടെയായിട്ട് ഇങ്ങനെ കഴിച്ചു. പിന്നെ ഏത്തയ്ക്ക പുഴുങ്ങിയത് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചില്ല കേട്ടോ. പിന്നെ കുഞ്ഞിനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചത്. പിന്നെ മോളെ കൈയോടെ മേലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കണമെന്നാണ് കരുതിയത്. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കുളിപ്പിക്കണ്ടെന്ന് കരുതി മേലൊന്ന് തുടച്ചെടുത്തു. പിന്നെ ലോഷനൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതായത് മോളിൽ പിന്നെ കവിളത്തൊക്കെ ഇങ്ങനെ ഈ കൊതു കുത്തിയിട്ട് നല്ല ചുമന്നിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടേക്ക് കൈയോടെ ലോഷൻ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് പിന്നെ അതൊരു വലിയ ഇങ്ങനെ ഒരു കുരുവായിട്ടോ അല്ലെങ്കിൽ പാടായിട്ടോ വരത്തില്ല. അങ്ങനെ അതൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. എനിക്ക് വയർ ഫുള്ളായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 2 കഴിച്ചു. ചേമ്പും പിന്നെ മധുരക്കിഴങ്ങും പുഴുങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനാണെങ്കിൽ മോളെ ഉറക്കെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇച്ചിരി നേരം എന്തിനൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ടാറ്റ, സീ യു.